കമൻസിലും പിന്നെ സിനിമ കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിയേറ്ററിൽ വന്ന സമയത്തും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ ഇതിനെ ഒരു സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഈ സിനിമയിൽ പല സീനുകളും ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ 6 മിനിറ്റിൽ തന്നെ ഒരു സീനുണ്ട്, എനിക്ക് ജീവിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം അവിടെ വെച്ച് തന്നെ സിനിമ പലരും സ്റ്റോപ്പ് ചെയ്ത് കാണാതെ പോയിട്ടുണ്ട്. കാരണം അതിന് ആൾക്കാരുടെ വിയോഗം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് കഥാപാത്രമായിട്ടാണ് ഞാൻ എൻ്റെ കഥ എഴുതുന്നതും നമ്മളതിനകത്ത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ശരിക്കും ഈ നവാസൊക്കെ ചെയ്ത ഷൗക്കത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനാണ് ശരിക്കും. കാരണം ഞാനാണ് ഈ സിനിമയിൽ ശരിക്കും അഭിനയിക്കാം, ഞങ്ങളിത് ചെറിയ ബഡ്ജറ്റിൽ പുതുമുഖങ്ങളെ വെച്ചൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നൊരു സിനിമയാണത്. പിന്നെ ഞാൻ തന്നെ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതിപ്പോൾ എല്ലാ ചർച്ചകൾ നടത്തുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു നായകനായിട്ട് നമുക്ക് പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക്. കാരണം എൻ്റെ മനസ്സിൽ ഈ കഥ എഴുതുമ്പോൾ രഹന എന്ന് പറയുന്ന ഒരു നടിയെ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. കാരണം അവരിത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അവർ അഭിനയ രംഗത്തില്ല. അങ്ങനെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നവാസ്കാരുടെ ഒരു ആൽബം ഞാൻ കണ്ട്. അപ്പോൾ അതിനകത്തൊരു ആൽബം ഇങ്ങനെ ആലോചിച്ചു, നവാസ്കാർ ശരിക്കും ഒരു നല്ല ക്യാരക്ടർ റോൾ കൊടുത്ത് ശരിക്കും ആരും യൂസ് ചെയ്യുന്ന ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. കാരണം പുള്ളിക്ക് അത്യാവശ്യമല്ല നല്ല കാലിബറുള്ള ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല കഥാപാത്രത്തിൽ കൂടെ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഇറ്റലിയിലാണ് ജെയിംസ്. കാരണം നവാസ്കാർ എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പരിചയമില്ല. ഈ സിനിമയിൽ കൂടെയാണ് ഒരു ആത്മബന്ധം ഉണ്ടായത്. അങ്ങനെ അവൻ്റെ നമ്പർ മേടിച്ച് നവാസ്കാരനെ വിളിച്ചു, കഥ പറഞ്ഞു. അങ്ങനെ അവർ ഈ സിനിമയിലേക്ക് ഇന്നായത്. കാരണം കഥയിൽ കൂടെ തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു വ്യക്തി വന്നു. കാരണം ഞാൻ ഒരു സിനിമ മുമ്പ് ചെയ്ത ആളല്ല. അതിനോട് നവാസ്കാർ ചോദിച്ചതും നീ മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ഞാൻ ചെയ്ത ദൂരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ നമുക്കത് ചെയ്യാം. അങ്ങനെയാണ് ഇതിനകത്ത് നവാസ്കാർ കമ്മിറ്റ് ആയത്.